ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 5th ടേം 8, 5ാമത്തെ ടേം എന്ന് പറയുന്നത് 8 തന്നേക്കണം. T5 എന്നും കൊടുക്കാം, നമുക്ക് XM എന്നും കൊടുക്കാം. ഇത് രണ്ടും സെയിം ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ X5 എന്ന് കൊടുക്കാം, X5 = 8. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ T5 എന്ന് കൊടുക്കും, ചിലപ്പോൾ നമ്മൾ X5. ഇത് രണ്ടെല്ലാം സെയിം ആണ്. അപ്പോൾ X5 എന്ന് പറഞ്ഞാൽ 8, X9 എന്ന് പറഞ്ഞാൽ 10 ആണ് തന്നേക്കണേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മക്കളെ XM - XN / M - N ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് കൊടുക്കണം. അപ്പോൾ D = XM എന്ന് പറഞ്ഞാൽ എത്രയാണ് കൊടുത്തേക്കണം? X9. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ X9 - X5 / 9 - 5 വരും. ഇത് മൈനസ് ഇത്. ഇനി X9 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 10 അവിടെ കൊടുത്തു. മൈനസ് X5 എന്ന് പറഞ്ഞാൽ 8 ആണ്. / 9 - 5 വരും. T5 കൊടുക്കാം, കാരണം അടുത്ത വർഷം +1 വരുമ്പോൾ നമ്മൾ നൊട്ടേഷൻ T5 ആണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു പരിചയമില്ലായ്മ വേണ്ടത് രണ്ടും ഒന്നാണെന്ന് നിങ്ങൾ അങ്ങ് ഓർത്തോളം കേട്ടോ. അപ്പോൾ X9 എന്ന് പറഞ്ഞാൽ 10 കിട്ടും നമുക്ക്. X5 എന്ന് പറഞ്ഞാൽ 8 വരും. അപ്പോൾ 10 നിന്ന് 8 കുറച്ചാൽ 2 വരും. 9 നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ 4 വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ വെട്ടുമ്പോൾ നമുക്ക് 1/2 വരും. അപ്പോൾ നമ്മുടെ ആൻസറായി. ഇത് നമ്മളോട് ചോദിച്ചേക്കണ 5ാമത്തെ ടേം എടുക്കാം. X5 = നമുക്ക് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ആണ്. X5 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർമുല അനുസരിച്ച് എന്ത് വരും? F + 4D = 8 വരും. കാരണം 5 വന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ ഒരു നമ്പർ കുറയും, ഇവിടെ 4 വരും. അപ്പോൾ F + 4D എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 8 വരും. ഇനി D നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 1/2. അപ്പോൾ ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ എന്ത് വരും? 4 × 1/2 = 8 വരും. ഇത് രണ്ടും കൂടെ വെട്ടുമ്പോൾ നമുക്ക് 2 വരും. അപ്പോൾ F + 2 എന്ന് പറയുന്നത് 8 വരും. ഇനി ഇതിനെ നമ്മൾ നേരെ ഇപ്പുറത്തേക്ക് എടുക്കണം. അപ്പോൾ എന്ത് വരും? F = 8 - 2 വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 6 വരും. അപ്പോൾ F നമുക്ക് 6ഉം കിട്ടി, D നമുക്ക് 1/2ഉം കിട്ടി. അപ്പോൾ നമ്മുടെ ടേം ഏതാ? 6, 6 1/2, 7, 7 1/2, 8, 8 1/2, എക്സെട്ര. അത് നമ്മൾ വെറുതെ നമ്മൾ മനക്കണക്ക് പോലെ അങ്ങ് എഴുതിയാൽ മാത്രം മതി. 6ആണ് ഫസ്റ്റ് ടേം. അതിനോട് അര കൂട്ടുമ്പോൾ 6, 6 അര കൂട്ടുമ്പോൾ 7, 7 അര കൂട്ടുമ്പോൾ 7, 7 അര 8, 8 1/2 അങ്ങനെ ചുമ്മാ എഴുതി പോയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് 5 ടേംസായി.